ഇത് കണ്ടോ, നല്ല പൂ പോലുള്ള ഇഡ്ഡലിയാണ്. നല്ല സ്മൂത്തായിട്ട് നിങ്ങൾക്ക് കണ്ടറിയാം, പതുങ്ങുന്നുണ്ടറിയാം. ഇത് പച്ചരിയില്ലെന്നും പറഞ്ഞ് നിങ്ങളാരും ഇഡ്ഡലി ഉണ്ടാക്കാതിരിക്കണ്ട. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റവയും ഉഴുന്നും അല്പം ഉലുവായും കൂടിയിട്ട് നിങ്ങൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. ഇതറിയാവുന്നവർ പലരും കാണും. പക്ഷേ ഞാൻ അറിയാത്തവരായിട്ടുള്ളവർക്ക് വേണ്ടി ഇത് പറയുകയാണ്. ഞാൻ ഈ പാത്രം, ഈ ചെറിയ പാത്രം കണ്ടോ, ഇതിന് ഒരു പാത്രം നിറച്ച് ഉഴുന്നിട്ടു. പിന്നീട് ഇതിനൊരു പാത്രം നിറച്ചും പകുതി റവയും എടുക്കണം. പിന്നെ ഈ സ്പൂണ് കണ്ടോ, ഈ സ്പൂണിന് നിറച്ചല്ല, വടിച്ച് ഉലുവയും ഇട്ടു. ഇതാണ് എൻ്റെ ഇഡ്ഡലി പാത്രം. ഈ പാത്രമാണ് എൻ്റെ ഇഡ്ഡലി പാത്രം. ഈ പാത്രത്തിന് അകത്ത് ഇതുപോലൊക്കെ 18 ഇഡ്ഡലിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ചെറിയ പാത്രത്തിന് ഒരു പാത്രം ഉഴുന്ന് വെള്ളത്തിലിടണം. നമ്മൾ വെള്ളത്തിലിട്ട് 2 മണിക്കൂർ കുതിർന്നാൽ മതി. അപ്പം ആ പാത്രത്തിന് ഒരു ഒന്നര പാത്രം വേണ്ട, ഒരു പാത്രം വെള്ളവും കൂടി ഒഴിച്ച് ഉഴുന്ന് കഴുകി കുതിരാൻ വയ്ക്കണം. എന്നിട്ട് ഇതിന് 1.5 പാത്രം റവ വേറൊരു പാത്രത്തിൽ വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം. ഈ ഉഴുന്ന് 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ അരയ്ക്കണം. ഉലുവായും ഇതിനൊരു പാത്രം ഉലുവയും ഇടണമെന്ന് പറഞ്ഞല്ലോ, ഈ സ്പൂണിന് ഒരു സ്പൂൺ ഉലുവായും കൂടി ഇടണം. മറന്നുപോകാതെ, ഞാൻ മറന്നുപോയി ഉലുവ ഇടാൻ. എന്നിട്ട് അത് രണ്ടും കൂടെ 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ അരച്ച് വയ്ക്കുക. ഈ റവ വെള്ളത്തിലിട്ടത് പിഴിഞ്ഞെടുത്ത് ഈ അരച്ച ഉഴുന്നിൻ്റെ കൂടെ ചേർത്ത് ഇളക്കി വയ്ക്കുക. ഒരു 8 മണിക്കൂർ കഴിഞ്ഞ് നമ്മളിത് ഇഡ്ഡലി പാത്രത്തിൽ ചുട്ടെടുക്കാം. അന്നേരം നമുക്ക് ഇതിനകത്ത് ഈ കാണുന്നതൊക്കെ കണ്ടോ, ഇതിനകത്ത് നടുക്കിങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അതെന്താണെന്ന് വെച്ചാൽ പച്ചമുളകും ഇഞ്ചിയും കരിവേപ്പിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ആണ് ഞങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇച്ചിരി ഇഞ്ചിയും ഒരു 2 തണ്ട് കരിവേപ്പിലയും പച്ചമുളകും അതിനൊരു ആവശ്യത്തിനുള്ളത് നല്ലതായിട്ട് അരിഞ്ഞ് ഇട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഇഡ്ഡലി തട്ടിൽ ഒരല്പം എണ്ണയോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും, പക്ഷേ ഞാൻ നെയ്യാണ് തൂക്കുന്നത്. നെയ്യാകുമ്പം ഒരു പ്രാവശ്യം തൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക്